ഷാർജയിൽ കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്ത വിഭഞ്ചികയുടെ മരണശേഷം പുറത്തുവരുന്ന വിവരങ്ങൾ ഓരോന്നും ഞെട്ടിക്കുന്നതാണ്. ഭർത്താവും വീട്ടുകാരും വിഭഞ്ചികയോട് അത്രമേൽ ക്രൂരമായി പെരുമാറിയിട്ടും എല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കാൻ എങ്ങനെ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞു? ഏതവസ്ഥയിൽ ആയിക്കൊള്ളട്ടെ, സ്വന്തം കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ സാധിച്ചു? ഭർത്താവിന്റെ വൈകൃതങ്ങൾ ആരോടും പറയാതെ ഇത്ര നാൾ എന്തിന് മറച്ചു പിടിച്ചു? ന്യൂസ് 3 ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. നമുക്കൊപ്പം നടിയും ആക്ടിവിസ്റ്റുമായ ഉമാ നായർ, സൈക്യാട്രിസ്റ്റ് എൽസി ഉമ്മൻ എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം ഡോക്ടർ എൽസി ഉമ്മനിലേക്ക് പോവുകയാണ്. ഡോക്ടർ, നമ്മളെയൊക്കെ ഞെട്ടിച്ച കാര്യം, ഇത്രയും നാൾ എങ്ങനെ ഇത് പുറത്തു പറയാതെ ഒരു ജോലിയുള്ള, നമ്മളെപ്പോഴും സാധാരണ പറയാറ് ഒരു കെൽപ്പില്ലാത്ത, സാമ്പത്തികമായി പിടിച്ചു നിൽക്കാനാകാത്ത പെൺകുട്ടി പുറത്തറിയിക്കാതെ ഭർത്താവിൻ്റെ കീഴിൽ ഇങ്ങനെ തുടർന്നു പോയി എന്നൊക്കെയാണ്. പക്ഷേ വിഭഞ്ചികയുടെ കാര്യം വരുമ്പോൾ ജോലിയുള്ള, സ്വന്തമായി പഠിച്ച് സ്വന്തമായി കണ്ടെത്തിയ ജോലി, അതും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു വിവാഹം. എന്നിട്ടും എന്തുകൊണ്ട് വിഭഞ്ചികയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു? ഇത് പല കാരണങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ ഒരു സ്ത്രീ തരത്തിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പലപ്പോഴും ഓർക്കും, ഇത്രയൊക്കെ അക്രമം സഹിച്ചിട്ട്, ഇത്രയൊക്കെ മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു പീഡനം സഹിച്ചിട്ട് എങ്ങനെ ഒരു സ്ത്രീക്ക് ഇത് സഹിച്ചു മുന്നോട്ട് പോകാൻ പറ്റും, തുടർന്ന് ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ ഒരു അക്രമ ചക്രം വരും. അതായത് ഒരു അബ്യൂസിന്റെ സൈക്കിൾ ഉണ്ടാവും. ആ അബ്യൂസിന്റെ സൈക്കിളിന്റെ സമയത്ത് വളരെയധികം ഇൻസൾട്ടഡ് ആകുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിന് നേരെ വിപരീത രീതിയിൽ ആ ജീവിത പങ്കാളി ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുക, ഉടനെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ വന്നത് അന്നേരത്തെ ഒരു സാഹചര്യത്തിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങനെ എന്നോട് ഇടപെട്ടത് കൊണ്ട് ഞാൻ പ്രകോപിതനായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തു പോയതാണ്. ഇത്തരത്തിലുള്ള ഒരു ഹണിമൂൺ ഫേസ് അത് കഴിയുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത് പറയുന്നതിനകത്തിൽ ഈ പങ്കാളി ആ ഒരു വാക്കിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇനിയും ശരിയായി പൊയ്ക്കോളും എന്നുള്ളൊരു തോന്നൽ വന്ന്, അത് തന്നെയല്ല ശരിയാണ്, ചിലപ്പോൾ താനും കൂടെ കൺട്രോൾ വിട്ടു പോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ താൻ കുറച്ചും കൂടെ ക്ഷമിച്ചിരുന്നെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ആ ബ്ലെയിം സ്വയം ഏറ്റെടുത്തിട്ട് വീണ്ടും ഒരു കോംപ്രമൈസിന് തയ്യാറാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ വലിയ പ്രശ്നമില്ലാതെ വരും, അത് കഴിഞ്ഞ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അക്രമ ചക്രം, അല്ലെങ്കിൽ ഒരു അബ്യൂസിന്റെ ഒരു സൈക്കിൾ തുടർമാനമായിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ഈ സൈക്കിളിന്റെ വലയത്തിൽ അകപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഈ പങ്കാളിയെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം അവർക്ക് ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ പങ്കാളിയിൽ നിന്നും വരുന്നു. അത് തന്നെയല്ല, തിരിച്ചറിവുണ്ട്, എന്നെ ഇത്രയും ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഇരയാകുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോഴും അവരുടെ ചിന്തയിൽ വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുന്നു. അതിനാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു വശത്ത് അവർ തിരിച്ചറിയുമ്പോഴും മറുവശത്ത് അവർക്ക് ഈ പങ്കാളിയെ വിട്ടു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകുന്നു. ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു വൈകാരിക തരത്തിലുള്ള ഒരു ബോണ്ടിങ് ആണ്. അതിനാണ് ട്രോമ ബോണ്ടിങ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഈ പങ്കാളി മാനിപ്പുലേറ്റ് ചെയ്യുകയും വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയുകയും അവരെ ഒരു കോംപ്രമൈസ് നിലയിൽ സംസാരിക്കുകയും, അത് തന്നെയല്ല ഇവർ പലപ്പോഴും കൺട്രോൾ ഈ വ്യക്തിയുടെയും കുട്ടിയുടെയും അല്ലെങ്കിൽ കുട്ടികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രത വരും. അവരെ കണ്ടമാനം ഡിപ്പെൻഡന്റ് ആക്കും, ഇമോഷണലി ഡിപ്പെൻഡന്റ് ആക്കും, ഒരു പരിധി വരെ സാമ്പത്തികമായിട്ടും ഡിപ്പെൻഡന്റ് ആക്കും. അപ്പോൾ ഈ ഡിപ്പെൻഡൻസിയും ഈ ഓവർ പവറും ഒക്കെയും അവര് ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്ന ഒരു ടെൻഡൻസിയും സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഉടനടി വിട്ടുപോകാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകാനോ ഉള്ള ഒരു തീരുമാനം എടുക്കാൻ പോലുമുള്ള ശേഷി ഇല്ലാത്ത രീതിയിൽ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാകും. അത് തന്നെയല്ല, ചിലരെങ്കിലും ഇത് ശരിയായിക്കോളും, അല്ലെങ്കിൽ നാളെ ശരിയാകും, പിന്നീട് ശരിയാകും, ആരെങ്കിലും ഒരു തരത്തിൽ കോംപ്രമൈസ് ടോക്ക് നടത്തിയാൽ ശരിയാകും എന്നുള്ള തലത്തിൽ പ്രതീക്ഷിച്ച് ആ ഒരു ഹോപ്പോടെ കഴിയുന്ന സ്ത്രീകൾ ഒട്ടനവധി പേരുണ്ട്. അവർ പല രീതിയിൽ പല മീഡിയേറ്റേഴ്സിനെയും പേരൻസിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയോ ഉൾപ്പെടെ മീഡിയേറ്റേഴ്സിനെ ഇതിന്റെ ഇടയിൽ കൊണ്ടുവരാനും ശ്രമിക്കാറുമുണ്ട്. പക്ഷെ അതൊക്കെയും പാഴാണെന്ന് പിന്നീട് മനസ്സിലാവും. പക്ഷെ ആ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും അവർ തികച്ചും വൈകാരികമായി തന്നെ എക്സോസ്റ്റഡ് ആയിട്ട്, യാതൊരു രീതിയിലുമുള്ള ഒരു മാനസിക ആരോഗ്യം ഇല്ലാതെ, അതെല്ലാം നഷ്ടപ്പെട്ട്, പിന്നെ തിരിച്ചറിവ് തന്നെ നഷ്ടപ്പെട്ട്, ഒരു ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള തിരിച്ചറിവിന്റെയും ആ ഒരു ജഡ്ജ്മെന്റ് കപ്പാസിറ്റി പോലും നഷ്ടപ്പെട്ട് ഈ തരത്തിൽ കുട്ടികളെ കൊല ചെയ്യാനും സ്വയം ആത്മഹത്യ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. ഇപ്പോ
തിരിച്ച് ചിലപ്പോൾ അവർക്ക് ഒരുപക്ഷെ കയറി ചെല്ലാൻ ഒരു ഇടം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അതേപോലെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകണമെന്നില്ല. എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഒരുപാട് സപ്പോർട്ട് എല്ലായിടത്തുനിന്നും വരാറുണ്ട്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിരുന്നില്ല, കണ്ടിരുന്നില്ല, ഇങ്ങനത്തെ ഒക്കെ സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു ക്രൈസിസ് വരുമ്പോൾ എത്ര പേര് ചേർത്ത് പിടിക്കുന്നു, എത്ര കുടുംബാംഗങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആത്മഹത്യ നടന്നു കഴിയുമ്പോൾ, ഒരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ അവർ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെന്നൊരു അഭിപ്രായം പറയുന്നതല്ലാതെ, ഒരു ക്രൈസിസ് ഒരു പെൺകുട്ടി നേരിടുമ്പോൾ ആ സമയത്ത് എത്രമാത്രം ഒരു 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 പിന്തുണ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും വന്നാൽ ധൈര്യമായിട്ട് ഇനി പോരെ എന്ന് പറഞ്ഞ് എത്ര പേർ അവരുടെ വാതിൽ തുറന്നിടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്തത്, എനിക്ക് ഇറങ്ങിപ്പോകാനൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഒരു ഇടമില്ല. അത് തന്നെയല്ല, ചില കുടുംബങ്ങളെങ്കിലും ഇപ്പൊ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ, ഭർത്താവുമായിട്ട് പ്രശ്നം വന്നു വീട്ടിൽ മടങ്ങി എത്തുക എന്ന് പറയുന്നത് വളരെയധികം നാണക്കേടായിട്ട് കണക്കാക്കുന്ന കുടുംബങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും ഒട്ടനേകം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ ഇത് എന്ന് കോട്ട് ചെയ്ത് പറയുന്നില്ല, അത് നമ്മൾ അങ്ങനെ പറയാൻ ആധികാരികമായിട്ട് പറയാൻ അവകാശവുമില്ലല്ലോ, അവരുടെ പെർമിഷൻ പോലും ഇല്ലാതെ എന്താണെന്ന് അറിയാതെ തന്നെ. ഞാൻ ഈ പറയുന്നതെല്ലാം പൊതുവായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ചില തീർച്ചയായിട്ടും ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള കേസുകളിലും ഒക്കെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതുമാണ്, തിരികെ വരാനുള്ള അവരുടെ ഒരു സാഹചര്യം എത്രത്തോളമാണ് എന്നുള്ളത്. പക്ഷേ വിഭജികയുടെ കാര്യത്തിൽ അത്തരത്തിലൊരു കാര്യം നമുക്ക് അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നൊക്കെ ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ അതിലേക്ക് വിശദമായി പോകുന്നതിന് മുൻപ് ഉമാ നായരിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീമതി ഉമാ നായർ, നമ്മൾ വിഭജികയുടെ മരണക്കുറിപ്പ് എന്ന് പറയുന്ന ആ ഡയറി കുറിപ്പ് ഒരു 4 പേജ് 5 പേജുള്ള ഒരു വലിയ നീണ്ട ഒരു കത്താണ്. അത് ഓരോ വരിയും അതിലെ വായിക്കുമ്പോൾ, അതായത് അമ്മായച്ചനിൽ നിന്ന് പോലും ദ്രോഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്, മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നെഞ്ചത്ത് കൈവയ്ക്കാതെ ഒരു സ്ത്രീക്ക് അത് വായിക്കാൻ സാധിക്കില്ല. എന്താണ് ഈ ഒരു കേസ് വന്നപ്പോൾ താങ്കൾക്ക് തോന്നിയത്? എന്താണ് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് നമ്മൾ ഓരോ കേസ് വരുമ്പോഴും ഓരോന്ന് പറയുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് ജീവിക്കണം, പക്ഷേ ഇതുപോലെയുള്ള കേസുകൾ നമ്മൾ നിരന്തരം കാണേണ്ടി വരുന്നു, ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇവരൊക്കെ വളരെ ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികളാണ്, ഒരുപാട് വിദ്യാഭ്യാസ സമ്പന്നരാണ്, അതിലേറെ സമൂഹത്തിന് കൃത്യമായിട്ട് നേരിട്ട് ഇടപഴകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് അറിവ് കുറവ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ പശ്ചാത്തലങ്ങൾ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ കുട്ടി ഇമോഷണലി ആണ് ഈ കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്തത്. കാരണം ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം അമ്മ വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഈ 3 മക്കളെ വളർത്തിയെടുക്കുന്നു. അതിൽ ഈ 2 മക്കളാണ്, ഒരു സഹോദരനും കൂടിയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ വളർത്തിയെടുക്കുന്നു. ഈ മകളെ എന്തെങ്കിലും ഒരു സങ്കടമാണെന്ന് പറഞ്ഞാൽ അത് അമ്മ അറിയരുത്, അമ്മ സങ്കടം അറിയരുത് എന്ന് ഈ കുട്ടി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ കുട്ടി ഇത്രത്തോളം മറച്ചു വെച്ചത്. അമ്മ സിംഗിൾ പാരന്റ് ആണ്. ഒരു സിംഗിൾ പാരന്റ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വളർന്ന് മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏത് മക്കളാണെങ്കിലും, ആണായാലും പെണ്ണായാലും, അവരാലോചിക്കും എൻ്റെ പേരന്റ്, ഒരുവിധം നന്നായി ചിന്തിക്കുന്ന ഏത് കുഞ്ഞുങ്ങളായാലും ആലോചിക്കും, ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയാൽ ഇനി ഒരിക്കലും ഞങ്ങളുടെ അമ്മയെ സങ്കടപ്പെടുത്തരുതെന്ന്. അങ്ങനെ ഒരു ഇമോഷണൽ പ്രോബ്ലം ആ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതല്ലായിരുന്നു വേണ്ടത്. അങ്ങനെ ഒരു ഇമോഷണൽ പ്രോബ്ലം ആ മോളും അവളുടെ കുഞ്ഞും നഷ്ടപ്പെടുമ്പോൾ ഇന്ന് ആ അമ്മ അനുഭവിക്കുന്ന വേദനയേക്കാൾ വലുതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ അവൾ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നാലുണ്ടാവുക. അങ്ങനെ ചിന്തിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഈ കാലത്ത് ആ കുഞ്ഞ് എന്തിനെങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഈ കുട്ടിയുടെ അമ്മായി അച്ഛനിൽ നിന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടായെന്ന് അമ്മ പറയുന്നുണ്ട്, അമ്മയുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ കുറച്ചൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ മോള് പിടിതരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പറഞ്ഞു കേട്ടത്. പക്ഷേ എങ്കിലും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്കും സാധിക്കാമായിരുന്നു. ഇതിന് അടിസ്ഥാനപരമായ കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്രയും സാമൂഹിക പരിചയം ഉണ്ടായിട്ടും ഇവരെന്തിന് ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇവർക്ക് നമുക്ക് പറ്റാത്തൊരാളാണ്, എന്ത് തരത്തിലുള്ള വൈകൃതവുമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള സാഹചര്യമായിക്കോട്ടെ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, നാത്തൂൻ, അങ്ങനെ എന്ത് തരത്തിലുള്ള സാഹചര്യമായിക്കോട്ടെ, അത് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം നമ്മളെ മനസ്സിലാക്കിയാൽ മതി. സമൂഹം മെല്ലെ മെല്ലെ മനസ്സിലാക്കിക്കോളും. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രശ്നം, നാളെ ഒരു പ്രശ്നം, മറ്റന്നാളൊരു പ്രശ്നമാണ്. പക്ഷെ നഷ്ടപ്പെടുന്നത് എപ്പോഴും വീട്ടിലുള്ളവരാണ്. ഇത് മനസ്സിലാക്കാൻ ഒന്നുകിൽ വീട്ടുകാർ അടിസ്ഥാനപരമായി കുഞ്ഞുങ്ങളെ വിവാഹത്തിന് മുമ്പ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. അത് ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും. ആൺകുട്ടികളെ മറ്റൊരു കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ പെൺകുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. കുറച്ച് സമയം എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വിവാഹം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക, എല്ലാത്തിനും കുറച്ച് സമയം എടുത്താൽ ഒരു എന്താ പറയുക 10% പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റുമായിരിക്കും. 100-ൽ അത്രേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ വ്യക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കണം. മുമ്പേ മാഡം പറഞ്ഞ പോലെ
ഇടപാടുകൾ ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇടനിലക്കാർ വരും. ഈ ഇടനിലക്കാർക്ക് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡിസിഷൻ എടുക്കണം. ഇതിന് സമൂഹത്തിൽ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ചർച്ച ചെയ്യുന്നു, സർക്കാർ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, അതല്ല വേണ്ടത്. അടിസ്ഥാനപരമായിട്ട് ഒന്നുകിൽ നമ്മൾ സ്കൂൾ വഴിയോ കോളേജ് വഴിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് വഴിയോ കോർപ്പറേഷൻ വഴിയോ ഏത് തലത്തിലെങ്കിലും കുട്ടികൾക്കും അവരുടെ പേരൻസിനും അവയർനെസ് കൊടുക്കാൻ എന്ത് സാധിക്കും എന്നുള്ളത് ചെയ്തിട്ടേ ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുകയുള്ളൂ. അല്ലാതെ എന്നും ഒരു വിഭജിക്കുക, ഇനി അടുത്ത മറ്റൊരാൾ, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് വിഭജിക അനുഭവിച്ച മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ. അത് ഭർത്താവിൻ്റെ മാനസിക വൈകൃതങ്ങൾ, അത് ബെഡ്റൂമിൽ പോലും എത്രത്തോളം വിഭജിക ബുദ്ധിമുട്ട്, നമ്മളിതൊക്കെ തുറന്നു പറഞ്ഞുകൂടെ ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് ആ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം ഒരു ഫോൺ റെക്കോർഡ് സുഹൃത്തിനോട് പറയുന്നത്, അപ്പോൾ പോലും തുറന്നു പറയുന്നില്ല, നിന്നോട് പോലും എനിക്ക് പറയാൻ കഴിയാത്തത്ര നീ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അയാളുടെ പക്കൽ നിന്നും എനിക്കുണ്ടാകുന്നത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഇപ്പോൾ വിവാഹത്തിന് മുൻപ് ഒന്നും സ്വാഭാവികമായും മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുമോ, നാട്ടിൽ നല്ല നടപ്പാണോ എന്നൊക്കെയല്ലേ തിരക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇത്തരം സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഒരിക്കലും വിവാഹത്തിന് മുൻപ് ആർക്കും അന്വേഷിച്ചു പോകുന്ന ആർക്കും അറിയാൻ സാധിക്കില്ല. അവിടെ ഒരു വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ശ്രദ്ധ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും ഈ ലൈംഗിക വൈകൃത സ്വഭാവം അല്ലെങ്കിൽ മറ്റ് വൈകൃതങ്ങളൊക്കെ തന്നെ ഇത് വൈകൃതമാണെന്ന് പോലും തിരിച്ചറിയാത്ത പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഇത് അബ്നോർമൽ ആണെന്നും ഇതല്ല സംഭവിക്കേണ്ടതെന്നും ഇതല്ല നോർമൽസി എന്നും പിന്നീട് അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ വന്ന് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ ഇത് വൈകൃതമാണെന്നും ഇത് വൈകൃത സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ വൈകൃത രോഗത്തിന്റെ പട്ടികയിൽ വരുന്നതാണെന്നും ഒക്കെ ഈ പാവങ്ങൾ അറിയുന്നത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ കുറെ കഴിയുമ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ആരുടെയും ഒരു സഹായം തേടുന്ന ഒരു ഘട്ടത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ ഒരു ശതമാനക്കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 4% വരെ, അതായത് ചുരുക്കി പറഞ്ഞാൽ 100 പേരിൽ നിർത്തിയാൽ അതിനകത്തിൽ ഇത്രയും ശതമാനം ആൾക്കാർ വരെ ഇങ്ങനെ വൈകൃത സ്വഭാവം ഉള്ളവരാകാനൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതൊട്ടും ചെറിയൊരു കണക്കല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കല്യാണത്തിന് മുമ്പ് നമുക്കിപ്പോ ഒരു സ്കാൻ ചെയ്തൊന്നും നോക്കാൻ പറ്റത്തില്ല ഇത്തരം വൈകൃത സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ പെൺകുട്ടികളെ ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ നിന്നും പഠിച്ചെടുത്ത് അതല്ലാതെ ഒരു 100% മാർക്ക് മേടിക്കുന്നതോ A+ മാത്രം മേടിക്കുന്നതോ അല്ല, കുറച്ച് ജീവിത നിപുണതകളും കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന പ്രിയ സുഹൃത്ത് പറഞ്ഞത്, വിദ്യാഭ്യാസം ഉള്ളവർ എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് തിരിയുന്നു എന്നുള്ളത്. വിദ്യാഭ്യാസം എന്നുള്ളത് അവരെ ഒരു പോളിഷ് ചെയ്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരും. അതിനപ്പുറത്തേക്ക് അതിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഉപരി ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കൊടുക്കേണ്ടത് അവർക്ക് ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക, ജീവിത നിപുണത പഠിപ്പിച്ചു കൊടുക്കുക. ഒരു ക്രൈസിസ് ഇങ്ങനെ വരുമ്പോൾ, ഒരു പക്ഷേ കല്യാണം കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് ഈ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ ഡ്രഗ് അബ്യൂസ് ആകാം, അല്ലെങ്കിൽ വൈകൃത സ്വഭാവമാകാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓറിയന്റേഷൻ ആയി നമുക്ക് ആ പങ്കാളിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഓറിയന്റേഷന്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ക്രൈസിസ് ആയിട്ട് ലൈഫിൽ കടന്നു വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് തന്നെ ഒരു പ്രധാന ഒരു മൈൽ സ്റ്റോൺ ആണ്. അത് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊപ്പം ഇത്തരം കാര്യങ്ങളൂടെ നമ്മൾ ട്യൂട്ടറിങ് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. അത് തന്നെയല്ല, ദാമ്പത്യം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനത്തെയൊക്കെ ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൂ. അത് മാത്രമല്ല, ഈ പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ സാധാരണഗതിയിൽ ഇത് ട്രോമ ബോണ്ടിങ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ വരാനായിട്ട് സാധാരണഗതിയിൽ ഒരുപാട് വൈകാറുണ്ട്. അങ്ങനെ വരാതെ തുടക്കത്തിൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു ഡൊമസ്റ്റിക് വയലൻസ് വരാം, അല്ലെങ്കിൽ അങ്ങേയറ്റം പോകുന്ന ഒരു സാധ്യത വരാം. അപ്പൊ ഇത്തരം ക്രൈസിസ് വരുമ്പോൾ എവിടെയാണ് ഒരു ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്, ഏതിനെയാണ് ആശ്രയിക്കേണ്ടത്, ഇന്ന പ്രശ്നം വരുമ്പോൾ ആരെ ആശ്രയിക്കണം, ഇന്ന ഒരു സങ്കീർണത വരുമ്പോൾ എവിടെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്സും മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് ഇത്തരം അനർത്ഥങ്ങൾ അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും.
തീർച്ചയായിട്ടും. ശ്രീമതി ഉമാ നായർ, ഈ ഡോക്ടർ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ വിവാഹത്തിന്റെ അന്വേഷിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ താങ്കൾ ഇപ്പോൾ അതിന് ഏറ്റവും നല്ല സമയത്താണെന്ന് തോന്നുന്നു. കാരണം മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതേ ഉള്ളൂ. ഒരമ്മ എപ്പോഴും വലിയ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ താങ്കളെ വളരെ ചിരിയോടെയാണ് ഞാൻ ഇതിലൊക്കെ കണ്ടത്, വലിയ ആത്മവിശ്വാസത്തോടെയാണ് കണ്ടത്. ഈ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ വിഭജികയുടെ കാര്യത്തിലും വിഭജികയുടെ ഒരു സഹോദരൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ അവർ എന്തെങ്കിലും സ്ത്രീധനം ചോദിച്ചിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടി പറയുന്നത് ഡയറക്റ്റായി ചോദിച്ചിരുന്നില്ല. പക്ഷേ ഈ വിഭജികയുടെ ഭർത്താവിന്റെ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊടുത്തത് 150 പവനിട്ടാണ് എന്ന് മാത്രം പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ അത്രയും കൊടുക്കണമെന്ന്. ഇത് എത്ര പറഞ്ഞിട്ടും, എത്ര ആത്മഹത്യ ഉണ്ടായിട്ടും, എത്ര പീഡനം ഉണ്ടായിട്ടും, എത്രയോ കുഞ്ഞു പെൺകുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടമായിട്ടും ഈ വീട്ടുകാർ അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ഈ ഭർത്താവിന്റെ സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർത്ത് സഹോദരി അവിടെ വലിയ വില്ലത്തിയായിട്ട് നിൽപ്പുണ്ട്. ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ സഹോദരിയുടെ പ്രശ്നങ്ങളെ കുറിച്ചും വിഭജിക എഴുതി വെച്ചിട്ടുണ്ട്. തന്റെ മരണത്തിന് കാരണം അവരാണ് എന്ന് പോലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിനെയൊന്നും മാനസിക വൈകൃതമെന്നോ സ്വഭാവ വൈകൃതമെന്നും പറഞ്ഞാൽ പോരാന്നുള്ളതാണ്. ഇതൊരാളിന്റെ മാത്രം മാനസിക വൈകൃതമല്ല, അത് അവരുടെ ഒരു മൊത്തം ഫാമിലിയെ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. എന്നെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം സ്ത്രീധനം എന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ നമുക്ക് വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം. അത് നമ്മൾ പേരൻസ് എടുക്കേണ്ട തീരുമാനമാണ്, കുട്ടികൾ എടുക്കേണ്ടതല്ല. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചാലും ആലോചിച്ച് കല്യാണം കഴിച്ചാലും നമ്മൾ നമ്മുടെ കുഞ്ഞിന് സന്തോഷത്തോടെ കൊടുക്കുന്നത് എന്താണോ, ഇനിയിപ്പോൾ ഒന്നും കൊടുത്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു, ഒരു 2 പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിപ്പിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ തീരുമാനിക്കണം, നമ്മൾ പേരൻസ് തീരുമാനിക്കണം. കൊടുക്കുന്നവർ കൊടുത്തോട്ടെ, കൊടുക്കാനില്ലാത്തവർ കൊടുക്കണ്ട. ഇത് വളർത്തുന്ന പെൺകുട്ടികളെ വളർത്തുന്ന അച്ഛനമ്മമാരുടെ തീരുമാനമാണ്. അത് പേരൻസിന് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കുന്ന ഒരു പയ്യനെ നമ്മുടെ മകളെ കൊടുത്താൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സ്വത്തിന് ഇപ്പം ഈ വിഭജികയുടെ വാർത്തയിൽ നിന്ന് കേട്ടു, ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണ് അവരുടെ ഭർത്താവ് എന്ന് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കി. ഈ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഇൻഡയറക്ട്ലി അങ്ങനെ സംസാരിച്ചത്. അപ്പൊ ഇൻഡയറക്ട്ലി സംസാരിക്കുമ്പോൾ ഞാൻ ആ സഹോദരനെ കുറ്റം പറയുള്ളൂ. എന്തിനവരതിന് നിന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഹൈ ലെവൽ ആളുകൾ വരുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എനിക്കിപ്പോൾ 5 പവനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 5 പവൻ കൊടുക്കാൻ പറ്റുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പുരുഷന് മതി എൻ്റെ മകൾക്ക്. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പേരൻസ് തയ്യാറാവണം. ഇതെന്താ ഇപ്പോഴത്തെ കുട്ടികളൊന്നും, എനിക്കിപ്പോൾ പുതിയ ട്രെൻഡിൽ കുറച്ചൊരു സന്തോഷം തോന്നിയൊരു കാര്യം, ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. സ്പെഷ്യലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ അവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുമാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കും, ഉമാനായരുടെ മകളുടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഉമാനായർക്ക് ഇത് പറയാമെന്ന്. അല്ല, ഉമാനായരുടെ മകളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പും ഇതേപോലെ ഇതേ വേദിയിൽ വന്നിരുന്ന് ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇവിടെ അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതും കല്യാണം കഴിക്കാത്തതും അവരുടെ വ്യക്തിപരമായ തീരുമാനമായിട്ട് കുറച്ച് വിട്ടുകൊടുക്കുക. ഒപ്പം അച്ഛനമ്മമാർ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു 35 വയസ്സായ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? 35 വയസ്സായ പെൺകുട്ടി കല്യാണം കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവളൊരു ജോലി, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ മാനസികമായ പക്വത, അല്ലെങ്കിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് മതി അച്ഛ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവണം നമ്മൾ. അല്ലാതെ നമ്മൾ 25 വയസ്സായി മക്കളെ നാട്ടുകാർ കണ്ടാൽ, ഈ നാട്ടുകാർ നമ്മൾ ഇപ്പോൾ വിഭജിക ഈ നാട്ടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ നഷ്ടപ്പെടുന്നത് അവരവർക്ക് മാത്രമാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി പേരൻസ് കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെക്കാൾ മുൻപേ പേരൻസ് പഠിക്കണം. അതാണ് എനിക്കിത് ഇവിടെ പറയാനുള്ള പ്രധാന കാരണം. കാരണം പല ഏജ് കാറ്റഗറി, ഇപ്പം മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്, ഇങ്ങനെയുള്ള താരതമ്യമൊന്നുമില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ കുറേയൊക്കെ വളരുന്നത്, പിന്നീടാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ ഇതാണ്. ശരി, ഡോക്ടർ എൽസിയും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കുഞ്ഞിനെ കൊന്നതിനെ കുറിച്ച് പറയുമ്പോൾ പോലും നാവ് വിറയ്ക്കുകയാണ്. കാരണം അത്രയും ചെറിയൊരു കുഞ്ഞ് വളരെ ആഘോഷമായി അവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച ശേഷം ഈ മരണം അല്ലെങ്കിൽ ആത്മഹത്യയൊക്കെ ഉണ്ടാവുന്നത്. എങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇങ്ങ് പോന്നാൽ പോരായിരുന്നോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സാധാരണ ആളുകളെല്ലാം ഇത് കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ വിഭജികയുടെ ദേഷ്യമാണ്, എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്?
ഓക്കെ, ഒരു സ്ത്രീ ഒരു കുട്ടിയെ കൊല്ലുമ്പോൾ നമുക്ക് ഒരിക്കലും, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ എന്നല്ല ആരെ തന്നെ കൊല്ലുന്നത് നമ്മൾ ന്യായീകരിക്കുന്നത് ശരിയല്ല. അത് തെറ്റ് തന്നെയാണ്. നിയമത്തിന്റെ കണ്ണിലൂടെ ആണെങ്കിലും സമൂഹത്തിന്റെ കണ്ണിലൂടെ ആണെങ്കിലും കുടുംബത്തിന്റെ കണ്ണിലൂടെ ആണെങ്കിലും ഒക്കെ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വ്യത, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ സിവിയറിറ്റി അനുസരിച്ച് ഇപ്പം നല്ലൊരു വിഷാദം വന്നു, അതിന്റെ സിവിയറിറ്റി കൂടുതലാണെങ്കിൽ തെറ്റോ ശരിയോ ഏതെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ശേഷി നമ്മൾ നഷ്ടപ്പെടും. അതുപോലെ ആർക്കാണെങ്കിലും, എനിക്കാണെങ്കിലും ഏതൊരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് ഇത്തരം അരുതാത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും, വികാരപരമായിട്ട് ചിന്തിച്ച് വികാരപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും, അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ തിരിച്ചു വന്നാൽ പോരായിരുന്നോ എന്ന് ചോദ്യം ചോദിക്കുന്നവര് എന്തുകൊണ്ട് ഇതിന് തിരിച്ചു കൊണ്ടുവന്നില്ല? ഇത്രയും ഒരു ക്രൈസിസിലേക്ക് ആ കുട്ടിയെ ഉന്തിത്തള്ളി വിടുന്നതിന് മുമ്പേ അതിനെ സഹായിക്കാമായിരുന്നു. അതിനൊരു ഇമോഷണലി അത് ഇത്രയും എക്സോസ്റ്റഡ് ആകാത്ത രീതിയിൽ അതിനൊരു കൈത്താങ്ങ് നൽകാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു അമ്മ എങ്ങനെ ചിന്തിക്കാം? ഇപ്പോ ഞാൻ മാത്രമായിട്ട് ആത്മഹത്യ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ ആര് നോക്കും? കുട്ടിയുടെ സേഫ്റ്റിയുടെ പ്രശ്നം, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് പിന്നെ അതൊരു പ്രശ്നമാകാം, മറ്റുള്ളവർക്ക് ബാധ്യതയാകാം. കുട്ടിയെ നോക്കാൻ ആരുമില്ല. അപ്പൊ കുട്ടിയുടെ ജീവിതം കൂടെ ദുരന്തമായി പോകത്തേ ഉള്ളൂ. എന്നാൽ പിന്നെ അവളെയും കൂടെ അങ്ങ് ഇല്ലാതാക്കിയാണെന്നുണ്ടെങ്കിൽ അവൾ കഷ്ടപ്പെടണ്ടല്ലോ, ഇനിയുള്ള ജീവിതത്തിൽ അവൾ കഷ്ടപ്പെടണ്ടല്ലോ എന്നുള്ള ഒരു ചിന്താധാരയിൽ തീരുമാനമെടുക്കുന്ന അമ്മമാരുണ്ട്. അത് തന്നെയല്ല, ഇപ്പോ വാശിപ്പുറത്ത് ചെയ്യുന്നവരുമുണ്ട്. അതായത് ഇപ്പോ പ്രത്യേകിച്ച് അത് ഡിവോഴ്സിന്റെ ഒക്കെ ഒരു ഘട്ടത്തിൽ, അതിപ്പോൾ പറയേണ്ട ഒരു സാഹചര്യമല്ല എങ്കിൽ പോലും താങ്കൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ജീവിത പങ്കാളിക്ക് കുട്ടിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് താൻ തോറ്റുപോയി എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ കുട്ടികളെ നശിപ്പിക്കുന്നവരുണ്ട്. പിന്നെ വ്യക്തിത്വ വൈകല്യങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് സ്വന്തം കുട്ടിയുടെ ജീവൻ എടുക്കുന്നതിന് ഉള്ളൊരു സാധ്യത ഏറെയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, അമ്മ അനുഭവിക്കുന്നത് പോലെ കുട്ടിയും ഇനി അനുഭവിച്ചു കൂടാ, അല്ലെങ്കിൽ ഞാനോ എന്റെയോ ലൈഫ് ദുരന്തമായി പോയി, കുട്ടിക്ക് അത് ആവർത്തിച്ചുകൂടാ, കുട്ടിയെ നോക്കാൻ ആരുമില്ല, അവൾ ആർക്കും ഒരു ബാധ്യതയായിക്കൂടാ എന്നുള്ള ഒരു തലത്തിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ആയിരിക്കണം ആ സഹോദരി ഈ ഒരു രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കുകയും അതനുസരിച്ച് ചെയ്തതും എന്നാണ് നമുക്ക് കിട്ടിയ അവൈലബിൾ ഇൻഫർമേഷനിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ പെൺകുട്ടികളെയും എവിടെയാണ് സേഫ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി എന്ന് അത് പഠിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ എപ്പോഴും ഒരു സെക്ഷൽ ക്രൈം അല്ലെങ്കിൽ ഒരു ലൈംഗിക പീഡനം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഗുട്ടച്ചും ബാറ്റച്ചും ഒക്കെ പഠിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ജീവിത പങ്കാളിയാണെങ്കിൽ പോലും ഏതറ്റം വരെ ആകാം, ഏതറ്റം കഴിഞ്ഞ് ആയിക്കൂടാ എന്നുള്ള ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം നമ്മൾ പെൺകുട്ടികളെ. അപ്പൊ ആ തരത്തിൽ ആരായിക്കോട്ടെ, ഒരു ഔട്ട്സൈഡർ ആയിക്കോട്ടെ, ജീവിത പങ്കാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവർ ആയിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും ആ ബൗണ്ടറി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അത് ക്രോസ് ചെയ്യുമ്പോൾ പ്രതികരിക്കാനുമുള്ള എക്യുപ്ഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്രമാത്രം ഈ തരത്തിൽ എക്യുപ്ഡ് ആക്കിയ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നു അതനുസരിച്ച് ഇത്തരം ക്രൈസിസ് വരുമ്പോൾ അവർക്ക് നേരിടാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാവും. ശരി, ശ്രീമതി ഉമാ നായർ, നമ്മൾ രക്ഷിതാക്കളെ പഠിപ്പിക്കുന്ന കാര്യം പറയുന്ന പോലെ ഈ നേരത്തെയുള്ള കൗൺസിലിംഗ്, മാരേജിന് മുമ്പുള്ള കൗൺസിലിംഗ് ക്രിസ്ത്യൻ ഇതിലൊക്കെ ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ. പക്ഷെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇല്ല. അത് കൊടുക്കുന്നതിനൊപ്പം ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ കൂടി പറയണം. നമ്മൾ പണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം മോളെ എന്ന് പറയുന്നിടത്ത് അത് മാറി എന്തിനാണ് നീ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, നീ ഇങ്ങ് പോരാ, അല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റണം എന്ന് പറഞ്ഞ് ആ ഒരു തിരുത്തൽ അവിടെ വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇപ്പം ഒരുപാട് പെൺകുട്ടികൾ, വിഭിന്നമായ പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ വിഷയം പ്രതിപാദിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഇതിലൊക്കെ വിഭിന്നമായിട്ട് സ്വന്തം എടുത്തുചാട്ടം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും കുടുംബജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് കുട്ടികളെയും നമുക്കറിയാവുന്നതാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് ജീവിതത്തിൽ ഏറ്റവും വലുത് വിവാഹമാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. വിവാഹമല്ല എല്ലാത്തിലും വലിയൊരു കാര്യം. നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ, അതിന് ജെന്യൂൻ ആണെങ്കിൽ, അതും കൂടി നമ്മൾ എടുത്തു പറയണം. അത് ജെന്യൂനായ കാരണങ്ങളാലുള്ള നമുക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, അത് ജോലി സ്ഥലമാകട്ടെ, വിവാഹ ജീവിതമാകട്ടെ, വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ഥലമാകട്ടെ, ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും പുറത്തു വരാൻ സ്വന്തമായിട്ടൊരു ആർജവം ഉണ്ടാവണം. അത് ഏത് മനുഷ്യനായാലും ഉണ്ടാവണം. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം നമുക്ക്
ഇത് കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി സഹിക്കാം, നമുക്കൊന്നുകൂടി നോക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ആർജവം ഉണ്ടാക്കുന്നതിൽ മുമ്പേ പറഞ്ഞതുപോലെ, അശ്വതി പറഞ്ഞതുപോലെ, ക്രിസ്ത്യൻ സമുദായത്തിൽ വിവാഹത്തിന് മുൻപ് കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഒരുപാട് ഗുണം ചെയ്യും ഒരു പരിധി വരെ. പക്ഷേ മറ്റുള്ള സമുദായങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഇത് സമുദായവൽക്കരിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യമല്ലെങ്കിൽ പോലും സമുദായം എന്നത് വിട്ടിട്ട് നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ ലോകത്ത് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ്. ഇന്ത്യ എന്ന് പറഞ്ഞത് ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഇത് ഒരു സ്ട്രിക്റ്റ് റൂളായിട്ട് കൊണ്ടുവരണം. അതെ, അവിടെ ഈ ക്രിസ്ത്യൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേക ക്ലാസ് പഠിപ്പിക്കുന്ന ഒരാളുണ്ടാവും. പക്ഷേ അത് വീടുകളിൽ ഒന്നുകിൽ വിവാഹത്തിന്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം. സത്യത്തിൽ അശ്വതി ഇത് ഒരാഴ്ച എന്നല്ല, ഇപ്പൊ ഒരു പെട്ടെന്ന് കൊണ്ടുവരുന്ന ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നിരിക്കട്ടെ, ഇതിപ്പോ പെട്ടെന്ന് ഒരാൾ വന്ന് കല്യാണം ആലോചിച്ച് ഇമ്മീഡിയറ്റ് ഒരു കല്യാണം നടത്തേണ്ട ആവശ്യം എന്താണെന്നേ? ഇത്തിരി സമയം കൊടുക്കൂ. മാഡം പറഞ്ഞ പോലെ മൊത്തത്തിലൊന്നും ആരെയും മനസ്സിലാക്കി എടുക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഒരു 100-ൽ 25% നമുക്ക് മനസ്സിലാവുമല്ലോ. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീമതി ഉമാ നായർ, നമ്മൾ എത്ര പെൺകുട്ടികൾക്ക് അമ്മയോട് ഭർത്താവിന്റെ ലൈംഗിക വൈകൃതത്തെ കുറിച്ച് പറയാൻ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പേരൻസ് ആദ്യം നമ്മുടെ മക്കൾക്ക് വന്ന് നമ്മളോട് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇപ്പം ഞാനൊരു സിംഗിൾ പാരന്റ് ആണ്, എന്നെപ്പോലെ ഒത്തിരി സിംഗിൾ പാരന്റ്സ് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേദനിക്കുമെന്നുള്ളതല്ല നോക്കേണ്ടത്, ജീവൻ എന്ന് പറയുന്നത് വലിയ വിലയുള്ള ഒരു കാര്യം. ആ എന്തും എന്നുള്ളത് കോട്സിലാണ്. കാരണം ഈ എന്തും എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയണം. ഏത് കാര്യവും എൻ്റെ അമ്മ മറ്റൊരു സുഹൃത്തിനോട് പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമാക്കി നമ്മുടെ അമ്മയും അച്ഛനും മാറണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വന്ന് എന്തും പറയാം. അവർ ഏത് സാഹചര്യത്തിൽ പെട്ടാലും ഞാനുണ്ടെന്നുള്ളൊരു വിശ്വാസം അവരിലുണ്ടാവുകയും അവരത് പറയുകയും ചെയ്യുന്നിടത്താണ്. അത് പിന്നെ നമ്മൾ വളരെ സമാധാനപരമായി കൈകാര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഇതൊരു ആത്മഹത്യ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊന്ന കാര്യം പോലും ഞാൻ ഒരിക്കലും വിഭജികയെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം ആ ഒരു അവസ്ഥ വരെ എത്തിക്കഴിയുമ്പോൾ മുമ്പേ മാഡം പറഞ്ഞതുപോലെ സമനില തെറ്റുന്നൊരവസ്ഥയുണ്ട്. ഒരുപാട് അങ്ങ് ചിന്തിക്കും, ഓവർ തിങ്കിങ് വരും. കാരണം എൻ്റെ കുഞ്ഞിന് ആരുമില്ല, പെൺകുട്ടിയാണ്. അങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നമുക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്താം. അവളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അവൾക്ക് അമ്മ എനിക്കിത് പറ്റുന്നില്ല, അല്ലെ അച്ഛ എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ പറയൂ. അവിടെ നിന്ന് പറയാനും നമ്മളിത് ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇടപെടാനും. ഇനിയിപ്പോൾ വിവാഹം പറ്റാത്ത ഒരാളാണെങ്കിൽ കളയുക. എന്താണ് വിവാഹം കൊണ്ട്? വിവാഹം കഴിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണോ? അങ്ങനെയല്ല. പറ്റാത്ത കാര്യമാണെങ്കിൽ അത് നമ്മൾ കളയണം, അതിൽ നിന്ന് പുറത്തു വരണം. നമുക്ക് പോരാടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ കുറച്ചുകൂടി ഒരുപാട് ആൾക്കാർക്ക് ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ പണ്ടൊരു വലിയ കുറ്റമായിട്ടാണ് സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം അതല്ല. പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യൂ, എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ജീവനാണ് വലുത്, ജീവിതമാണ് വലുത്. നമ്മളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ നമ്മുടെ അച്ഛനമ്മമാർ, ചുറ്റുമുള്ളവർ, അവരെയൊക്കെ ഈ ഹൃദയം തകരുന്ന വേദനയിലേക്ക് കൊണ്ടിടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഇത് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരുന്നത്. അതിനുള്ള ധൈര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഒരു പ്രശ്നം വന്നിട്ട് ചർച്ച ചെയ്യുന്നതിലല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ എൽസി ഉമ്മനിലേക്ക് അവസാനമായിട്ട്, ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബോധവൽക്കരണം വേണ്ടത് അത് സ്കൂൾ ലെവലിൽ. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഗുഡ് ടച്ചും ബാഡ് ടച്ചും, അത് നമ്മൾ ചെറിയ കുട്ടികളെ മുതൽ ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെന്തോ ഓക്കെയാണ്, ഇതുകൊണ്ടെല്ലാം തീർന്നു, സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് അതാണ് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. അത് എവിടെ നിന്ന് തുടങ്ങണം? അല്ലെങ്കിൽ ഇതൊക്കെ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട കാലം കടന്നുപോയില്ലേ എൽസിമൻ? തീർച്ചയായിട്ടും 3 വയസ്സ് മുതൽ തുടങ്ങേണ്ടതാണ്. കാരണം 3 വയസ്സ് മുതൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചോദിക്കും, ഇവരെന്ത് വിവരക്കേടാണ് പറയുന്നത്, ഇത്രയൊക്കെ കാര്യങ്ങളാണോ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതെന്ന് അതിനെ ആക്ഷേപമായിട്ട് സംസാരിക്കാറുണ്ട്. വളരെ താണ രീതിയിൽ ഒരു സംസ്കാരമാണെന്നുള്ളതിൽ സംസാരിക്കാറുണ്ട്. അതല്ല അതിൻ്റെ ശരി. 3 വയസ്സ് മുതൽ നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രായത്തിനനുസൃതമായിട്ട് അത് ഓരോ ഘട്ടത്തിൽ കുട്ടി ക്രോസ് ചെയ്യുമ്പോഴും അതനുസരിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് മുതിർന്ന തലത്തിൽ വന്നു കഴിയുമ്പോഴാണ് ഈ വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ കുട്ടിക്ക് അതും മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ബൗണ്ടറി, അത് ആര് ക്രോസ് ചെയ്താലും, രക്തബന്ധമായിക്കോട്ടെ, പങ്കാളി ആയിക്കോട്ടെ, ആര് ക്രോസ് ചെയ്താലും അവിടെ പ്രതികരിക്കാനുള്ള ഒരു ആർജവം ആ കുട്ടിക്ക് നേടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെയും ചെയ്താൽ തന്നെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഇനിയെങ്കിലും ഇത്തരം വിപത്തിനെ നമുക്ക് തടയിടാനായിട്ട് പറ്റുകയുള്ളൂ. ശരി, എന്തായാലും നമ്മുടെ ഈ ഒരു അരമണിക്കൂർ ചർച്ച കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നറിയാമെങ്കിൽ പോലും എപ്പോഴും പറയുന്നത് പോലെ വളരെ കുറച്ചു പേരെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇതുപോലെ വിവാഹം കഴിച്ച് വിടാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമ്മുടെ ഈ ചർച്ച ഗുണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ ഞങ്ങൾക്കൊപ്പം ചേർന്നതിനൊപ്പം ശ്രീമതി ഉമാ നായർ. താങ്ക് യു സോ മച്ച്.